ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ക്രോസ് ബോഡി ബാഗാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 13 ഇഞ്ച് നീളവും 6 ഇഞ്ച് വീതിയുമുള്ള ഒരു പീസും 5 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിയുള്ള 2 പീസും 8.5 ഇഞ്ച് നീളവും 6 ഇഞ്ച് വീതിയുള്ള 4 പീസും എടുക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഒരു പീസിൽ നമ്മൾ മെയിൻ ഫാബ്രിക് ഒട്ടിച്ച പീസും അതുപോലെ ലൈനിങ് ഒട്ടിച്ച പീസുമാണ് എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ഈ ഒരു 13 ഇഞ്ച് നീളമുള്ള പീസ് മടക്കി സ്റ്റിച്ച് ചെയ്യുക. അതൊരു പോക്കറ്റ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ കണ്ടില്ലേ, പോക്കറ്റ് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്ക് പാർട്ടും അതിൻ്റെ ലൈനിങ് പീസും കൂടി ഇതുപോലെ വെക്കുക. വെച്ചിട്ട് അതിൻ്റെ 3 വശം സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ 3 വശം സ്റ്റിച്ച് ചെയ്തെടുക്കുക. എടുത്തിട്ട് അതിൻ്റെ കോർണർ വശത്ത് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ സ്റ്റിച്ച് ചെയ്യാം. 2 വശത്തും 1 ഇഞ്ച് വെച്ചിട്ട് അടയാളപ്പെടുത്തണം കേട്ടോ. ഇവിടെ അടയാളപ്പെടുത്തണം. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. 2 വശം ഒരേ അളവ് തന്നെ വന്നാൽ മാറിപ്പോകരുത്. മാറിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവും. 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ബാലൻസ് നിൽക്കുന്ന ക്ലോത്ത് പീസ് കട്ട് ചെയ്ത് കളയുക. അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിന് നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ്. നമുക്ക് തിരിച്ച് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ആ കോർണേഴ്സൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ഷേപ്പിൽ കിട്ടും. കണ്ടില്ലേ, വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കത് കിട്ടും. ഓക്കെ, കണ്ടോ, വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ പാർട്ടിന് വേണ്ടിയിട്ടുള്ള പീസ് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ പാർട്ടിന് വേണ്ടിയിട്ട് ഒരു 5 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിയുമുള്ള 2 പീസ് അത് എടുത്തില്ലായിരുന്നോ, അതെടുക്കുക. അതിനുശേഷം 3 സൈഡിലാണ് തയ്ക്കുന്നത്. അപ്പോൾ ഞാനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കാർവ് ഷേപ്പ് കൊടുത്തിട്ട് അതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് നിൽക്കുന്ന ആ പീസ് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ കട്ടിങ്സ് കൊടുക്കുക. ചെറിയ കട്ടിങ്സ് കൊടുത്തിട്ട് ഉടനെ തിരിച്ചെടുക്കരുത്. നമുക്കിനി അതിലേക്ക് മറ്റേ പ്രസ് ബട്ടൺ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രസ് ബട്ടൺ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അത് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ മിഡിൽ പാർട്ട് കണ്ടുപിടിക്കുക. മിഡിൽ കണ്ടുപിടിച്ചതിന് ശേഷം ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുക. അല്ല, സ്ട്രൈറ്റ് ആയിട്ട് വരച്ചിട്ട് നമ്മൾ അളവെടുത്തേക്കുന്ന സെൻറ്റർ തന്നെയാണോ എന്ന് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കിക്കൊള്ളണം കേട്ടോ. ഇതുപോലെ ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് ഇത് വയ്ക്കാനുള്ള ബട്ടൺ വയ്ക്കാനുള്ള അളവ് ഇപ്പോൾ 1.5 ഇഞ്ചാണ്. അത് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മളിതിൻ്റെ ഉള്ളിൽ നിന്നാണ് വെച്ചാൽ മെയിൻ പുറത്ത് കാണുന്ന വശത്തു നിന്ന് ഉള്ളിലേക്കാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് അകത്തുനിന്ന് ഇങ്ങനെ വെച്ചിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കുക. തിരിഞ്ഞു പോകരുത് വയ്ക്കുമ്പോൾ. ഇതുപോലെ വെച്ചിട്ട് ലോക്ക് ചെയ്യുക. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കത് തിരിച്ചെടുക്കാം. അത് നമ്മൾ തിരിച്ചെടുക്കുക. തിരിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് ആ വശങ്ങളൊക്കെ ഒന്ന് ലെവലാവാൻ വേണ്ടിയിട്ട് ഒരു പേന എടുത്തിട്ട് പേന കൊണ്ട് ജസ്റ്റ് അതൊന്നിങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടും. കണ്ടില്ലേ, നല്ല ഹുക്ക് നല്ല കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ കണ്ടെത്തുക. സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് ഒരു കട്ടിങ്സ് കൊടുക്കുക. കട്ടിങ് കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ബാഗിൻ്റെ സെൻറ്ററും കൂടി കണ്ടുപിടിക്കണം. ടേപ്പ് ഉപയോഗിച്ച് ബാഗിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. ബാഗിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ഈ നമ്മളിപ്പോൾ എടുത്ത പീസും ഈ ബാഗും കൂടി ചേർത്ത് തയ്ക്കുക. കണ്ടില്ലേ, ഈസി ആയിട്ട് നമുക്കൊന്ന് ഈ കറക്റ്റ് അളവിൽ തന്നെ വെക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് അതിൻ്റെ വള്ളി സ്റ്റിച്ച് ചെയ്യാം. വള്ളിക്ക് വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയും 50 ഇഞ്ച് നീളവുമുള്ള പീസാണ് എടുക്കുന്നത്. അതുപോലെ ഡി റിങ് സൈഡിൽ ഇത് വള്ളി തൂക്കാൻ വേണ്ടിയിട്ടുള്ള ഡി റിങ് ഇടാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയും 5 ഇഞ്ച് നീളവുമുള്ള പീസാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലേക്കും നമ്മളിത് പിടിപ്പിച്ച് കൊടുക്കുക. കണ്ടില്ലേ, വള്ളി നല്ല നീറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ലൈനിങ് പീസ് ഇടാം. ലൈനിങ് പീസ് നമ്മൾ മെയിൻ ഫാബ്രിക്കിൻ്റെ അതേ അളവ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 2 സൈഡാണ് തയ്ച്ചിട്ടുള്ളത്. കണ്ടില്ലേ, എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമുക്ക് ഈ ബാഗ് നമുക്ക് ഇറക്കി കൊടുക്കാം. ഇതുപോലെ ബാഗ് ഇറക്കി ഇതുപോലെ എടുത്തിട്ട്
കറക്റ്റായിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ആ മേൽവശത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് മേൽവശത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 2 സ്റ്റിച്ച് കൊടുക്കുന്നല്ലോ, ഒറ്റ സ്റ്റിച്ച് കൊടുക്കരുത്, 2 സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആ ഓപ്പൺ ആയിട്ടുള്ള വശം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അത് നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്നില്ല, കാരണം മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു വൃത്തികേടായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് സൂചി നൂല് ഉപയോഗിച്ച് ഇൻവിസിബിൾ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഇതുപോലെ ഇൻവിസിബിൾ സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ ഇൻവിസിബിൾ സ്റ്റിച്ച് കൊടുത്ത് നമ്മൾ നീറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലൈനിങ് ക്ലോത്തിനെ ഉള്ളിലേക്കാക്കാം. ഉള്ളിലേക്കാക്കിയതിന് ശേഷം ഇതൊന്ന് പതിച്ചടിക്കുക. ഇതിങ്ങനെ ഉള്ളിലേക്കാക്കി പതിച്ച് അടിച്ചാൽ മതി. ഇതുപോലെ പതിച്ച് അടിച്ചെടുക്കുക. കണ്ടില്ലേ, കംപ്ലീറ്റായി. ഇനി നമുക്ക് വള്ളി അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ഇടാം. അപ്പോൾ നമുക്കിനി വള്ളി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റിങ് ഇടുക. ഇതിട്ടതിന് ശേഷം ഡി റിങ്ങിലൂടെ എടുത്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പ്രസ് ബട്ടൻ്റെ ബാക്കി നമ്മളതിലേക്ക് ബാഗിലേക്ക് പിടിപ്പിക്കണം. അതിലേക്കൊന്ന് നട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനി ആ ബട്ടൺ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മിഡിൽ പോർഷൻ കണ്ടുപിടിക്കുക. അതിനുശേഷം അത് വയ്ക്കാനായിട്ട് കണ്ടില്ലേ, ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കുക. കണ്ടില്ലേ, വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് ബാഗ് സ്റ്റിച്ച് ചെയ്തപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു അവൾക്കും ഇതുപോലെ ഒരു ബാഗ് വേണം, ഇങ്ങനത്തെ ബാഗാണ്, ക്രോസ് ബോഡി ബാഗാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബാഗ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്നൊരു ബാഗാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ.